എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺജങ്ഷൻസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യം തന്നെ സോ ദാറ്റ് എന്ന കൺജങ്ഷൻ്റെ ഉപയോഗം നോക്കാം. സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ആ സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസായി മാറും. സോ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ദാറ്റ് എന്നുള്ളതാണ് സോ ദാറ്റ് എന്ന കൺജങ്ഷൻ്റെ ഫോം. എക്സാമ്പിൾ നോക്കാം. ഹീ ഈസ് വെരി വീക്ക്, ഹീ കാൺ വാക്ക് ഫാസ്റ്റ്. ഈ രണ്ട് സെൻറ്റൻസുകളെ സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഈ സെൻറ്റൻസിൽ വീക്ക് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ സോ വീക്ക് ദാറ്റ് എന്നാണ് വരിക ഫോം. അവിടെ വെരി എന്നത് ഒഴിവാക്കിയതിന് ശേഷം ഹീ ഈസ് സോ വീക്ക് ദാറ്റ് ഹീ കാൺ വാക്ക് ഫാസ്റ്റ് എന്നാണ് ആൻസർ. അതായത് വെരി ഒഴിവാക്കുക, സോ വീക്ക് ദാറ്റ് എന്ന് എഴുതുക, രണ്ടാമത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് വെരി ഷോർട്ട്, ഷീ കാൺ ടച്ച് ദ സീലിംഗ്. ഈ സെൻറ്റൻസുകളെ സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. സോ ഷോർട്ട് ദാറ്റ് എന്നാണ് ഫോം. ആൻസർ ഷീ ഈസ് സോ ഷോർട്ട് ദാറ്റ് ഷീ കാൺ ടച്ച് ദ സീലിംഗ്. സോ ഷോർട്ട് ദാറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ടീ ഈസ് വെരി ഹോട്ട്, ഐ കാൺ ഡ്രിങ്ക് ഇറ്റ്. ഇതിൽ ഹോട്ട് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. സോ ഹോട്ട് ദാറ്റ് എന്നാണ് വരിക. ആൻസർ ദ ടീ ഈസ് സോ ഹോട്ട് ദാറ്റ് ഐ കാൺ ഡ്രിങ്ക് ഇറ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ പ്രോബ്ലം വാസ് വെരി ഡിഫിക്കൽട്ട്, ദേ കാൺ സോൾവ് ഇറ്റ്. ഇതിൽ ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. അതായത് സോ ഡിഫിക്കൽട്ട് ദാറ്റ് എന്നാണ് വരിക. ആൻസർ ദ പ്രോബ്ലം വാസ് സോ ഡിഫിക്കൽട്ട് ദാറ്റ് ദേ കാൺ സോൾവ് ഇറ്റ്. അടുത്ത കൺജങ്ഷനാണ് ടു ടു. ടു ടു എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ആ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസായി മാറും. ടു പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ടു എന്നുള്ളതാണ് ടു ടു എന്ന കൺജങ്ഷൻ്റെ ഫോം. ഇതിൽ രണ്ട് കേസ് വരുന്നുണ്ട്. സെയിം സബ്ജക്റ്റ് വരുമ്പോഴും പിന്നെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് വരുമ്പോഴും. ആദ്യം നമുക്ക് സെയിം സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ. ഹീ ഈസ് വെരി വീക്ക്, ഹീ കാൺ വാക്ക് ഫാസ്റ്റ്. ഈ രണ്ട് സെൻറ്റൻസിലും സബ്ജക്റ്റ് സെയിം ആണ്. ഹീ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് വീക്കാണ്. ടു വീക്ക് ടു എന്ന് വരും. അപ്പോൾ ആൻസർ ഹീ ഈസ് ടു വീക്ക് ടു വാക്ക് ഫാസ്റ്റ്. ഇതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഹീ ഈസ് കഴിഞ്ഞിട്ട് വെരി ഒഴിവാക്കുക, ടു വീക്ക് ടു എന്ന് എഴുതുക. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിലെ ഹീ കാണ്ട് ഒഴിവാക്കുക, വാക്ക് ഫാസ്റ്റ് എന്ന് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് വെരി ഷോർട്ട്, ഷീ കാൺ ടച്ച് ദ സീലിംഗ്. ഇതിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. ടു ഷോർട്ട് ടു എന്ന് വരും. ആൻസർ ഷീ ഈസ് ടു ഷോർട്ട് ടു ടച്ച് ദ സീലിംഗ്. ഇതിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഷീ കാണ്ട് ഒഴിവാക്കിയാൽ മതി. അടുത്തത് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ. ദ ടീ ഈസ് വെരി ഹോട്ട്, ഐ കാൺ ഡ്രിങ്ക് ഇറ്റ്. ഇതിൽ രണ്ട് സെൻറ്റൻസിലും രണ്ട് സബ്ജക്റ്റാണ് പറയുന്നത്, അതായത് ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ് പറയുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ചായ വളരെ ചൂടുള്ളതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് എനിക്ക് കുടിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ രണ്ടും രണ്ട് സബ്ജക്റ്റാണ് പറയുന്നത്. ഐ എന്നതിന് പകരം ഫോർ മീ എന്നെഴുതണം. ഹി ഫോർ ഹിം, ഷീ ഫോർ ഹർ, ദേ ഫോർ ദം, വി ഫോർ എസ്, യു ഫോർ യു, രാജു ഫോർ രാജു എന്ന് മാറ്റണം. അപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ടീ ഈസ് ടു ഹോട്ട് ഫോർ മീ ടു ഡ്രിങ്ക്. അതായത് ഇവിടെ ഹോട്ട് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. അതിന് ഫോർ മീ എന്നാക്കണം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ പ്രോബ്ലം വാസ് വെരി ഡിഫിക്കൽട്ട്, ദേ കാൺ സോൾവ് ഇറ്റ്. ഇതിലും രണ്ട് സെൻറ്റൻസിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് വന്നത്. അപ്പോൾ ഇതിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്. അതിനെ ഫോർ ദം എന്നാക്കണം. ആൻസർ ദ പ്രോബ്ലം വാസ് ടു ഡിഫിക്കൽട്ട് ഫോർ ദം ടു സോൾവ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ടേബിൾ ഈസ് സോ ഹെവി ദാറ്റ് ഷീ കാൺ ലിഫ്റ്റ് ഇറ്റ്.
ചേഞ്ച് ഇൻ ടു സിമ്പിൾ. അതായത് സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് പറയുന്നത്. സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ടു വെച്ച് ആ സെൻറ്റൻസിലെ മാറ്റി എഴുതുക എന്നാണ്. അപ്പോൾ ആൻസർ, ദ ടേബിൾ ഈസ് ടു ഹെവി ഫോർ ഹെർ ടു ലിഫ്റ്റ്. ഇതിലും ഈ സെൻറ്റൻസിലും ഡിഫറെൻറ്റ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹെവി ആണ്. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. അതുകൊണ്ട് ഫോർ ഹെർ എന്നായി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയം ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ എസ് ടു ബൈ ഹാർട്ട്. റീറൈറ്റ് യൂസിങ് സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് ഈ സെൻറ്റൻസ് മാറ്റി എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി എന്ന് വരും. അതായത് ഫോർ എസ് എന്നുള്ളത് വി ആയിട്ട് മാറും. ആൻസർ, ദ പോയം ഈസ് സോ ഡിഫിക്കൽട്ട് ദാറ്റ് വി കാൺ ബൈ ഹാർട്ട് ഇറ്റ് എന്നാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.